ജാതി വ്യവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ചതുഷ്ക കോണിലെ ചതുഷ്ക ഭൂതങ്ങളാണ് മണ്ണ്, അഗ്നി, ആകാശം, വായു എന്നിവയിലേക്ക് ജലം ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണ വ്യതിയാനമാണ് ചാതുർവർണ്ണ്യം. അത് സൗരനാലാകുന്നു. അത് ജലത്തിനുണ്ടാകുന്ന വർണ്ണ വ്യതിയാനമാകുന്നു. ആ വർണ്ണമാണ് ജീവൻ. ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ശാസ്ത്ര രീതിയാണ്. അത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലോ മനുഷ്യൻ്റെ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ മാറ്റി നിർത്തേണ്ടതില്ല. നിങ്ങളൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ജാതിയുടെ പേരിൽ വെളുത്തവനെ മാറ്റി നിർത്തിയാലും കറുത്തവനെ മാറ്റി നിർത്തിയാലും ഒരുപോലെ എല്ലാവർക്കും വേദനിക്കും. കറുപ്പിനെ വെറുക്കുന്നവരുണ്ടാവാം, ഇന്ന് വെളുപ്പിനെ അറയ്ക്കുന്നവരുമുണ്ടാവും. അറിവ് കൊണ്ട് നമ്മൾ എന്താവണം? നമ്മൾ ഒന്നാകണം. നമ്മൾ അറിവിൽ നിന്നാണ് സ്നേഹം ജനിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്നാണ് ആഹ്ലാദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഉത്സാഹമാണ് ജീവിതം. ആ ഉത്സാഹമാകുന്ന ജീവിതത്തിലൂടെ നമ്മൾ ഉയരുക. നമ്മൾ ഇത്തരം വിഭാഗീയതയിൽ നിന്നും മാറി നിൽക്കുക. ദൈവത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിഭാഗീയതയും കടന്നു ചെല്ലാതെ, നമ്മളൊരു വിഭാഗത്തിൻ്റെ മാത്രം ആളാകാതെ സർവ വിഭാഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്ന അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ മാറണം. നമ്മൾ ഉയരണം. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും രാഷ്ട്രത്തിനും ഭാഷയ്ക്കും എല്ലാം അതീതമായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉയരണം. അങ്ങനെ ഉയരുമ്പോൾ മാത്രമാണ് ഈ ലോകം നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് അതിനെ മാറ്റാൻ പറ്റണം. ജാതി വ്യവസ്ഥയെ അറിവ് കൊണ്ടാണ് മാറ്റേണ്ടത്, അജ്ഞത കൊണ്ടല്ല. അപ്പോൾ ജാതി വ്യവസ്ഥയെ എതിർക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ജാതി സംഘടനകളിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ്.